മഴ തോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന മനുവിനോട് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് എനിക്കിവിടെ നിൽക്കാനൊക്കെ പേടിയാണ് മനുവേട്ടാ. ജ്വല്ലറിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വർണ്ണം മൊത്തം ഞാൻ അടിച്ചു മാറ്റി എന്ന് പറയും. ഇനിയിപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സ് മുഴുവൻ അവിടെ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണെന്ന് മാഡം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി. മനുവേട്ടൻ ഞാൻ ഈ പറയുന്നതൊന്നും ഒരിക്കലും തമാശയായിട്ട് എടുക്കലേ. എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി ഒപ്പിച്ച് തരണമെന്നൊക്കെ പറയണം അലീന. കല്ല് ചുമക്കോ വീട്ടുപണി ചെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ മനു പറയുന്നത് എന്തായാലും നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം കൂടെ വേണ്ടേന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി വേണം മനുവേട്ടാ എന്ന് വീണ്ടും പറയാണ് അലീന. മനുവേട്ട, ഈ വീട്ടിൽ സ്നേഹം എന്നൊരു സാധനം കണ്ടു കിട്ടാൻ പോലുമില്ല. ഇടയ്ക്ക് ചെറിയൊരു നുറുങ്ങുവെട്ടം കാണും, അത് സൂക്ഷിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കൃഷ്ണമോളായിരിക്കും. വേറെ ചെറിയൊരു നുറുങ്ങുവെട്ടം കാണുമ്പോൾ അത് നോക്കുമ്പോൾ മുത്തശ്ശിയായിരിക്കും. വേറെ ആരും തമ്മിൽ യാതൊരുവിധ സ്നേഹവും ഇല്ല. അച്ഛനും മകനും തമ്മിൽ മുഖത്തോട് പോലും നോക്കത്തില്ല. അമ്മയും മകനും തമ്മിൽ അതുപോലെ തന്നെയാണ്. പിന്നെ ആരും തമ്മിൽ യാതൊരുവിധ സ്നേഹവും ഇല്ല. കൂടപ്പിറപ്പുകൾ തമ്മിൽ വെച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ ഞങ്ങളുടെ സ്നേഹനികേതനത്തിൽ അവിടെ ഞങ്ങൾ കോടീശ്വരന്മാരായിരുന്നു. സ്നേഹത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ളവരെല്ലാം പിച്ചക്കാരാണ്. അന്നേരം മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോഴുള്ള കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാണ് അലീന എന്ന് പറയുന്ന സമയത്തും അലീന പറഞ്ഞിട്ട് എനിക്ക് ഏതായാലും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല മനുവേട്ടാ. ഇത്രയും സ്നേഹമില്ലാത്തൊരു കുടുംബം ഇങ്ങനെ എടുത്ത വീടുകളൊക്കെ ഉണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വീണ്ടും അലീന ജോലിക്കാരെന്തിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് മനു പറയുന്നത് സാരമില്ല, നീ ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫോൺ കട്ടാക്കിയതിന് ശേഷം അലീനക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടെ സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസിയാൻ്റെയും രേവതിക്കുട്ടി ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ അലീന രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. രേവതിക്കുട്ടി പറയുന്നത് ഞാൻ ചേച്ചീനെ വിളിക്കാനിരിക്കുമായിരുന്നു, നാളെ ഞങ്ങൾ ഒരിടം വരെ പോകുന്നുണ്ട് ഷെറീന ചേച്ചിയുടെ അടുത്ത്. ഷെറിൻ ചേച്ചി ഇപ്പം എന്തെടുക്കുക, കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നതെന്നൊക്കെ പറയും. ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്ത് രസമായിരുന്നു അല്ലേ എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുന്ന സമയത്ത് തന്നെ അലീന പറയുന്നുണ്ട് മോളെ 2 ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും മോളുടെ കൂടെ വന്നേനെ എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അതെന്താ 2 ദിവസം കഴിഞ്ഞാൽ അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ചോദിക്കും. അന്നേരം അലീന പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ നിന്നും ഇറങ്ങുവാണ്. ഇവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് ഞാനായിട്ട് നിന്നും ഇറങ്ങിപ്പോകണമെന്ന് മാഡം പറഞ്ഞു. അതുകൊണ്ട് ഇനിയും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയായിരിക്കട്ടെ അലീന. അപ്പോൾ രേവതിക്കുട്ടിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി 2 ദിവസം കൂടെ കാത്തു നിൽക്കുന്നത്? ചേച്ചി ഇനി അവിടുത്തെ ഒരു ജോലിയും ചെയ്യണ്ട. ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോര്, നാളെ തന്നെ ഇങ്ങ് പോര്. ചേച്ചി നാളെ തന്നെ റെഡി ആയിട്ടിരിക്കുക, എന്നിട്ട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്നിട്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാമെന്നൊക്കെ പറയട്ടെ രേവതിക്കുട്ടി. അന്നേരം തന്നെ അലീന പറയുന്നുണ്ട് മോളെ അതൊന്നും വേണ്ട മോളെ, വെറുതെ ആൻറ്റീനെയും അങ്കിളിനെയും കഷ്ടപ്പെടുത്തണ്ടെന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞിട്ട് അവർക്ക് യാതൊരുവിധ കഷ്ടപ്പാടില്ല, ചേച്ചി ഒന്ന് പറഞ്ഞാൽ മതി. അലീന പറഞ്ഞിട്ട് എനിക്ക് 2 ദിവസത്തേക്ക് കൂടെ സമയം വേണം മോളെ, എനിക്ക് എല്ലാവരോടും ഒന്ന് യാത്ര പറയണം. പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനോട് ഒരിക്കലും ഒരിറ്റു പോലും സ്നേഹം കിട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എപ്പോഴും എനിക്ക് ഇത്തിരി സ്നേഹവും സാന്ത്വനവും ഒക്കെ തന്നത് ബാലചന്ദ്രൻ സാറ് മാത്രമാണ്. അതുപോലെ തന്നെ മനുവേട്ടനോടും പോകുന്നതിന് മുൻപേ തന്നെ യാത്ര പറയണം. അതുകൊണ്ട് എനിക്ക് 2 ദിവസം കൂടി വേണം മോളെ എന്നൊക്കെ പറയായിരിക്കട്ടോ അലീന. അപ്പോൾ രേവതിക്കുട്ടിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അതെ ചേച്ചി പോരുന്നതിന് മുൻപേ തന്നെ ആ സ്ത്രീയെ മാറ്റി നിർത്തിയിട്ട് അങ്ങ് പറയണം. എടി പെണ്ണും പിള്ളേ, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? 22 വർഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ പ്രസവിച്ച് ഉപേക്ഷിച്ച ആളാണ് ഞാൻ. നിങ്ങളെ ഒന്ന് കാണാനും അമ്മയെന്ന് വിളിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അതിനെല്ലാം തന്നെ നിങ്ങൾ എനിക്ക് കണക്കിന് തിരിച്ചു തന്നു. ഇനി ഒരിക്കലും നിങ്ങൾ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഏതായാലും ആ മൂദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് 2 വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്നങ്ങ് പോരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ രേവതിക്കുട്ടി. ചേച്ചി ഇതൊക്കെ പറയുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട് ഇല്ല മോളെ, ഞാൻ ഇതൊന്നും പറയാനിപ്പോൾ ആരെയും സന്തോഷിപ്പിക്കാനും ആരെയും സങ്കടപ്പെടുത്താനൊന്നും ഞാനില്ല. എല്ലാം കൊണ്ടും എനിക്ക് മനസ്സ് നിറഞ്ഞു, ഇവിടെ നിന്നും പോയി കിട്ടിയാൽ മതി. ആ അവസ്ഥയിലാണെന്നിങ്ങനെ വളരെ വിഷമത്തോടു കൂടെ പറയാട്ടോ അലീന. രേവതിക്കുട്ടി പറഞ്ഞിട്ട് ശരിക്കും അവരെ അവിടെ ഇട്ട് നക്ഷത്രം എണ്ണിക്കാണ് വേണ്ടത്. ചേച്ചി ഇനി ഏതായാലും അവിടെ നിന്ന് നിൽക്കേണ്ട കേട്ടോ. ഞങ്ങളില്ലേ ചേച്ചിക്ക് എവിടെയെങ്കിലും അങ്കിളും ആൻറ്റിയും കൂടി ചേച്ചിക്കൊരു ജോലി ശരിയാക്കി തരും. ഇവരിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മുത്തശ്ശി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അലീന പറഞ്ഞിട്ട് മോളെ ഇവിടുത്തെ മുത്തശ്ശി എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അലീന ഫോൺ കട്ട് ചെയ്യും. അലീന ഫോൺ കട്ടാക്കിയതോടുകൂടെ തന്നെ ഇതെല്ലാം കേട്ടിട്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുമായിരിക്കും. അന്നേരം ഗ്രേസിയാമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എന്താടി ഒരു വിഷമം പോലെ, നീ എന്താടി ഇവിടെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഒന്നുമില്ലാന്ന് പറയും രേവതിക്കുട്ടി. ഗ്രേസിയാമ്മ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത്, അലീനയ്ക്ക് ഇനി അവിടെ എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഉണ്ട് എന്ന് പറയും. അന്നേരം എന്താടി കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതിക്കുട്ടി അതിങ്ങനെ പറയാൻ മടിച്ച് നിൽക്കാണ്ട്. ആ സമയത്തിന് ഗ്രേസിയമ്മ പറയുന്നുണ്ട് എടി എന്താണെങ്കിലും നീ അതിങ്ങനെ തുറന്നു പറയും, എങ്കിലല്ലേ അതിനൊരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. അന്നേരം പറയുന്നുണ്ട് അലീന ചേച്ചി ആ വീട്ടിൽ നിന്നും പോവുകയാണെന്ന്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊന്നും അറിയത്തില്ല, വേറെ എവിടെയെങ്കിലും ജോലി നോക്കണമെന്നാണ് പറയുന്നത് എന്ന് പറയും. അവിടെ നിന്നും ജോലി വിട്ടിട്ട് പോയിക്കോളാൻ അവിടുത്തെ മാഡം പറഞ്ഞു, അതിൻ്റെ സങ്കടത്തിലാണ് അലീന ചേച്ചി എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു വീട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്ന് അലീനയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? അവൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോന്നോട്ടെ, അതിനിപ്പോൾ നീ എന്തിനാ ഇത്രമാത്രം സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ മറ്റൊരു സത്യമുണ്ട്, അതെങ്ങാനും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഞെട്ടിപ്പോവും. ആൻറ്റിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല എന്ന് രേവതിക്കുട്ടി പറയുന്ന സമയത്തിന് ഗ്രേസിയമ്മ ചോദിക്കുന്നത്, ഓ പിന്നെ അങ്ങനെ ഒരു കാര്യമോ, നീ പറയടി എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി അതിങ്ങനെ പറയാൻ മടിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ തപ്പിപ്പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് പറയടി എന്ന് പറയാട്ടോ. രേവതിക്കുട്ടി പറഞ്ഞിട്ട് അതെ, അലീന ചേച്ചി നിൽക്കുന്ന ആ വീട്ടിലെ ആ ഒരു വൈജയന്തി എന്ന് പറഞ്ഞ സ്ത്രീയില്ലേ, അത് അലീന ചേച്ചിയുടെ സ്വന്തം അമ്മയാണെന്ന് പറയും. അപ്പോഴേക്കും എന്ത് സ്വന്തം അമ്മയോ, എനിക്കൊന്നും മനസ്സിലായില്ലടി. ഒരു ഞെട്ടലോട് കൂടി തന്നെ ഗ്രേസിയമ്മ അത് ചോദിക്കുന്ന സമയത്ത് തന്നെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നതിന് സ്വന്തം അമ്മ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച അമ്മ തന്നെ. അത് കേൾക്കുന്ന സമയത്തിന് ഗ്രേസിയമ്മ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ദേ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും നീ പറയലട്ടോ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് ഗ്രേസിയമ്മ ദേഷ്യപ്പെടും. അന്നേരം ആയിക്കോട്ടെ എങ്കിൽ ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രേവതിക്കുട്ടി പിണങ്ങിയിട്ടങ്ങ് മാറി നിൽക്കും. ഗ്രേസിയമ്മ ഒന്ന് ചോദിക്കുന്നത് എന്താ മോളെ നീ പറയുന്നതെല്ലാം തന്നെ സത്യമാണെന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതിക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് അല്ല, ഹൃദയം എടുത്ത് കാണിച്ചു തന്നാൽ പോലും ഇത് കള്ളമാണെന്ന് പറയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിണങ്ങി മാറി നിൽക്കും. ഈശ്വര ഇതൊക്കെ ഉള്ളതാണെന്നിങ്ങനെ ഗ്രേസിയമ്മ ചോദിക്കുന്ന സമയത്തിന് രേവതിക്കുട്ടി പറയുന്നത് അതെ ആൻറ്റി സത്യമായിട്ടു. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കി ചേച്ചി എത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് പോയതെന്ന്. ബ്രിജിത്ത മമ്മിയാണ് ചേച്ചീനെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. സ്വന്തം അമ്മയും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും എല്ലാവരും അവിടെ ഉണ്ടായിട്ട് പോലും ആരും അറിയാത്ത മട്ടിൽ ചേച്ചി എത്രമാത്രം അവിടെ വെച്ച് അനുഭവിച്ചു എന്ന കാര്യമൊക്കെ ആൻറ്റിക്ക് അറിയത്തില്ലേ. ഇതെല്ലാം കേട്ടിട്ട് ആകെ ഇങ്ങനെ ഞെട്ടലോട് വിഷമിച്ച് നിൽക്കുമായിരിക്കും ഗ്രേസിയമ്മ. ഒരു ഞെട്ടലോട് കൂടി തന്നെ ഗ്രേസിയമ്മ അങ്ങനെ ഒരു അബോധാവസ്ഥയിൽ നേരെ മുറിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒട്ടും ബോധമില്ലാതെ എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ നടന്നുകൊണ്ട് വരുന്ന സമയത്തിന് മാമച്ചൻ്റെ അടുത്തേക്ക് വരും. മാമച്ചൻ ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ രേവതി കുട്ടിയുടെ അടുത്തായിരുന്നു എന്ന് പറയും. അപ്പോൾ കുറേ നേരം ആയാലും നീ അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് ഇങ്ങനെ ടെൻഷനോട് പറയുന്ന സമയത്തിന് എന്താടി എന്ന് ചോദിക്കുകയാണ്. അതെ ഞാനൊരു കാര്യം പറയാം, പക്ഷേ കേട്ടാലൊന്നും മാമച്ചായൻ അത് വിശ്വസിക്കില്ല. ആ വിശ്വസിക്കോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പറയാന്ന് പറയും. അതെ നമ്മുടെ രേവതിക്കുട്ടിയുടെ അലീനല്ലേ, അലീന നിൽക്കുന്ന വീട്ടിൽ ഒരു വൈജ എന്ന് പറഞ്ഞ സ്ത്രീയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ ഉണ്ട്, അവരൊക്കെ എനിക്കറിയാലോ എന്ന് പറയും. അതെ ആ സ്ത്രീ അലീനയുടെ സ്വന്തം അമ്മയാണെന്നിങ്ങനെ പറയുന്ന സമയത്തിന് ദേ വെറുതെ തോന്നിയാസം പറയരുതെന്ന് പറയാണ് മാമച്ചായൻ. അല്ലെന്നേ സത്യമായിട്ടും ഇതിന് പിന്നിലൊരു കഥയുണ്ട്, അത് ശരിക്കും അലീനയെ പ്രസവിച്ച അലീനയുടെ സ്വന്തം അമ്മ തന്നെയാണ് എന്ന് പറയും. എന്നിട്ട് ആ ഒരു ഹിസ്റ്ററി പഴയ കാലത്ത് സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ സീൻ ബൈ സീനായിട്ട് കാണിക്കുന്നുണ്ട്. അന്ന് ബ്രിജിത്ത മമ്മി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒട്ടും വയ്യാതെ കുഴഞ്ഞു വീഴുന്നതും അലീന പോയിട്ട് ഇങ്ങനെ താങ്ങി പിടിക്കുന്നതും. ഇനി അധിക കാലം ഏതായാലും ബ്രിജിത്ത മമ്മിക്ക് ഈ ഒരു ഓർഫനേജിനും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതോടുകൂടി തന്നെ അവിടുത്തെ ആ ഒരു അഗതി മന്ദിരത്തിൽ താമസിക്കുന്ന ഓരോ ആൾക്കാരെ ഓരോ ഭാഗത്തേക്കായിട്ട് മാറ്റുന്ന ആ ഒരു സീനൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അലീനയെ എങ്ങനെയെങ്കിലും മുത്തശ്ശിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിജിത്ത മമ്മി നേരെ മുത്തശ്ശിനെ കാണാൻ പോകുന്നതും അതുപോലെ തന്നെ അലീനയെ മുത്തശ്ശിനെ ഏൽപ്പിക്കുന്നതും മനുവുമായിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അലീനയെ അനുഗ്രഹിച്ചു പോകുന്നതും ബ്രിജിത്ത മമ്മി ഈ സത്യമെല്ലാം തന്നെ അലീനയോട് തുറന്നു പറയുന്നതും ബ്രിജിത്ത മമ്മി മരിച്ചതിന് ശേഷം അലീനയെ മനു കൂട്ടിക്കൊണ്ടു പോകുന്നതും മനുവിൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വൈജയന്തിൻ്റെ വീട്ടിലേക്ക് അലീനയെ മാറ്റുന്നുണ്ട്. അങ്ങനെ അലീന ആദ്യമായിട്ട് വൈജയന്തിനെ കാണുന്ന ആ ഒരു സീനുകളും അങ്ങനെ അലീന ആ ഒരു രീതിയിലാണ് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രേസിയമ്മ മാമച്ചായനോട് തുറന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല കേട്ടോ മാമച്ചായനെ. മാമച്ചായൻ പറഞ്ഞിട്ട് ഷോ ഇതൊക്കെ ശരിക്കും നടന്നതാണോ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഗ്രേസിയമ്മ പറഞ്ഞിട്ട് അതേനെ ആ പെൺകൊച്ച് ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം എത്രമാത്രം അനുഭവിച്ചു, അതും സ്വന്തം അമ്മയുടെ മുന്നിൽ നിന്നൊക്കെ പറയും. അന്നേരം മാമച്ചായൻ പറഞ്ഞിട്ട് ശരിക്കും അലീനയ്ക്ക് വേണമെങ്കിൽ നല്ലൊരു പണി തന്നെ ആ സ്ത്രീക്ക് കൊടുക്കാലോ എന്ന് പറയും. അങ്ങനെ ഇത്ര കാലം അലീനയോട് ദേഷ്യം തീർക്കുന്ന ആ വൈജയന്തിക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാമച്ചായനും ഗ്രേസിയമ്മ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് ബാലചന്ദ്രൻ വൈജയന്തി വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ മുറിയിലെ പെൻ ഹോൾഡറിൽ ഒരു കത്രിക ഇരിക്കുന്നുണ്ട്, അത് നിങ്ങൾ എടുത്തുകൊണ്ട് വാ എന്ന് പറയും. അലീന അത് എടുത്തുകൊണ്ട് വരുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നത് നിനക്കറിയാലോ, ഇത് എത്രമാത്രം ഭീകരമാണെന്ന് അറിയാലോ. അന്നേരം സത്യമെല്ലാം ബാലചന്ദ്രനെ അറിയാമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ആർക്കു മുന്നിൽ കീഴടങ്ങി കൊടുക്കാൻ പറ്റില്ല അങ്കിൾ. അന്നേരം ബാലചന്ദ്രൻ അങ്ങ് വല്ലാതായിക്കൊണ്ട് തന്നെ അലീന ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നു മോളെ, എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ്. അങ്ങനെ സ്വന്തം അച്ഛൻ്റെ സ്നേഹം പോലെ ഇങ്ങനെ ബാലചന്ദ്രനെ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് സമയത്ത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ വളരെയധികം സങ്കടത്തോടെ ഇങ്ങനെ വിങ്ങി പൊട്ടി തേങ്ങലോടെ കരയുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ബാലചന്ദ്രൻ ഏതായാലും വൈജയന്തിയുടെ സ്വന്തം മോളാണ് അലീന എന്നുള്ള സത്യമൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത്. അതിൻ്റെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.